വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് വൈകുന്നേരം തുണികളൊക്കെ ഉണങ്ങി തുണികളൊക്കെ എടുത്തിട്ട് മടക്കി വെക്കാൻ നോക്കണം കേട്ടോ. ഇത് എടുത്ത പാടെ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെ അവിടെ അങ്ങനെ എടുക്കും. പിന്നെ അത് മടക്കാൻ വൈകി പോവും. പിന്നെ അങ്ങനെ മടി പിടിച്ചിട്ട് അതങ്ങനെ അവിടെ കിടക്കും കേട്ടോ. ഇത് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് വീഡിയോ എടുത്തു തരാൻ അവിടെ ആരുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ് അവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ഇങ്ങനെ വീഡിയോ ശരിക്കും പോലെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറ്റുന്നിടത്തോളം നല്ലപോലെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുണികളൊക്കെ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അതത് സ്ഥലത്ത് കൊണ്ടുവെക്കണം. അപ്പോഴേക്കും ഇതാ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. 4 മണിയാകുമ്പോഴേക്കും അവരെത്തുട്ടാ. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്നിട്ട് പോകേണ്ട ഡ്രസ്സ് ഇന്നിട്ടിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാൻഡല്ലോ റിബണല്ലത് എന്താ. പിന്നെ തുണികൾ മടക്കിയതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് തുണികൾ ആ റൂമിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവെക്കുകയാണ് അവിടുത്തെ അലമാരയിൽ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഈ റൂമിൽ തന്നെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ അത് രണ്ടാളുടെയും വേറെ വേറെ അങ്ങനെ വെക്കുകയാണ്. ഇനി ഇവരെ കുളിപ്പിച്ച് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ദിവസം വേഗം കുളിക്കാൻ വിളിച്ച് വരും. ചില ദിവസം അങ്ങനെ വരാതെ കുറച്ച് കഴിയട്ടെ പറഞ്ഞിട്ട് ടി വിയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് വരാത്തൊരു ദിവസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിനിടയിൽ പറയുന്നുണ്ട് ഡ്രസ്സ് മാറ്റി കുളിക്കാൻ വായോ എന്നൊക്കെ. അങ്ങനെ ഹെമിനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല കരച്ചിലാണ് ഇപ്പോൾ. കാരണം ഞാൻ ഇന്ന് തല നനച്ച് കൊടുത്ത്. തല നനച്ച ദിവസം ഇതിനുള്ള കരച്ചിൽ ഇവിടെ പതിവാണ്. അപ്പോൾ അത് ഇങ്ങനെ കുളി കഴിഞ്ഞപ്പോഴും ആ കരച്ചിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അവനക്ക് വാശിയായി എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോകണം, എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ ഞാൻ കടയിൽ നിന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഈശോനെ കുളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോയിട്ടാ. അപ്പോൾ അവളോടൊക്കെ ഇടുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഉറക്കം പതിവില്ലാത്തതാണ് ഈ നേരത്ത്. കാരണം എത്ര ഉറങ്ങാൻ വിളിച്ചാലും വരാത്തൊരാളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയതാവുന്നു. അപ്പോൾ ഞാൻ ഹെമി എന്തായാലും കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടും മാവ് കുഴക്കാൻ വന്നിരുന്നു. രാത്രിയിലേക്കാണ് കേട്ടത്. അങ്ങനെ അതൊക്കെ ഓരോ ബോൾസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ സാധാരണ ഉണ്ടാക്കാറില്ല കേട്ടോ. രാത്രിയിലാണ് ഉണ്ടാക്കൽ. പിന്നെ ഇനിയിപ്പോൾ രാത്രിയിൽ നിന്ന് വേണ്ട ഇപ്പം തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഇത് പരത്താൻ നിൽക്കുകയാണ്. എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ അടുക്കള കയറിയിട്ട് ഇതിങ്ങനെ പരത്തുമ്പോൾ നോമ്പിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. നോമ്പിനല്ലേ സാധാരണ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്താൻ തുടങ്ങി. ഹെമിനെ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈശിനെ പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പല വലിപ്പത്തിലും ഷേപ്പിലൊക്കെ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചൂടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ സന്തോഷം കേട്ടോ. കാരണം ഉണ്ടാക്കിയത് നന്നായി എന്നാണല്ലോ. അപ്പം ഞാനതൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ കാസറോളിൽ ഇട്ടിട്ട് വെക്കുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കാസറോളിലേക്ക് ഇട്ട് ഇനി ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ പണി ഇങ്ങനെ കഴിഞ്ഞു. ഇനി കറി ഉണ്ടാക്കണം. അപ്പോൾ കറിക്ക് ഗ്രീൻ പീസാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്താൻ എടുത്ത പൊടിയൊക്കെ ബാക്കിയുള്ളത് ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് അവിടെ ഒക്കെ ഒന്ന് തുടക്കുകയാണ്. അപ്പോൾ അവിടെ പൊടിയൊക്കെ ആകെ പോയിരുന്നു. പിന്നെ ഈ മാവ് ഒട്ടിപ്പിടിച്ചത് പോണില്ല. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് തുടച്ചെടുത്താൽ പോന്നോളും. പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരിയാൻ നിന്നു. ഈ ഉള്ളി അരിയിൽ തീരെ പറ്റാത്തൊരു പണിയാണ് കേട്ടോ. പക്ഷേ ഇഷ്ടമില്ലാത്ത പണിയാണ് ഒരുപാട് ഉണ്ടാവുക. പിന്നെ അതൊക്കെ അരിയാൻ നിന്നു. പിന്നെ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ ഒരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇടാം. പിന്നെ ഉള്ളി അരിയിൽ കഴിഞ്ഞിട്ട് ഞാനവിടെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് തുടങ്ങി. പിന്നെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ പുറത്ത് വന്ന് നോക്കുമ്പോൾ നല്ല മഴ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഒരു മഴ ഇവിടെ എന്നും ഉണ്ടാവാറുണ്ട് വൈകുന്നേരങ്ങളിൽ കേട്ടോ. പിന്നെ എൻ്റെ അനിയൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ട്രെയിനിങ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരികയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ഇനി ഇവിടെ. അപ്പോൾ 1 വർഷത്തേക്കാണ് ട്രെയിനിങ് അവനക്കുള്ളത് ഇവിടെ. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ചായ വെക്കാൻ പോയിട്ടാണ്. അവനക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ വെച്ചു.
അപ്പോൾ ചായ ഈ സമയത്താണ് ഇപ്പോൾ ഞാനും കുടിക്കാറ്. അപ്പോൾ അവൻ കുളിക്കാൻ പോയപ്പോൾ ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. പിന്നെ അത് കുട്ടിക്ക് വീണ്ടും ഓർമ്മ വന്ന് പുറത്ത് പോകേണ്ട കാര്യം വീണ്ടും അത് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കരച്ചിലൊക്കെ വീണ്ടും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ എണീറ്റ് വന്നിട്ട് ഹോംവർക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയിൽ ഇരിക്കുകയാണ് കേട്ടോ ഓൺലൈനായിട്ട്. പിന്നെ ഞാൻ വീഡിയോസൊന്നും കൂടുതൽ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.